നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി സഹജ് ഭാരത് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്, നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ ജാഗ്രത അവസ്ഥയിലുള്ള ഈ അനുഭവങ്ങളെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തെ എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്തിട്ട് ആ യഥാർത്ഥ ലാളിത്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പ്യുവറായിട്ടുള്ള ആ നേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. മോഡേൺ സയൻസ് തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. 2 ഫോഴ്സസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം വിചാരിച്ചു പ്രപഞ്ചം ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ സയൻസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു, ശരിക്കും യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കൺട്രാക്റ്റിംഗ് ഫോഴ്സ് അതിന് എതിർ ദിശയിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നു. ഇതെല്ലാം ഒരുമിച്ച് നിർത്താനുള്ള ശക്തികളാണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അതിലൊരു കണക്ഷൻ ഉണ്ട്. എവിടം വരെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൺട്രോൾ ഉണ്ട് അവിടെ. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു കുട്ടി ഒരു പട്ടം പറപ്പിക്കുകയാണ് ആകാശത്ത്. അപ്പോൾ ഈ പട്ടം ഒരു പക്ഷിയെ കാണുകയാണ്. പക്ഷി ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ പക്ഷി ചോദിക്കുകയാണ്, നിനക്കും എൻ്റെ കൂടെ പറന്നൂടെ? അപ്പൊ പട്ടം പറയാണ്, എൻ്റെ ഈ ചരട് താഴെ ആ കുട്ടിയുടെ കയ്യിലാണ്.
അതുകൊണ്ട് എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. നീ ഇതൊന്ന് മുറിച്ചു തന്നാൽ എനിക്ക് നിന്റെ ഒപ്പം പറക്കാം. പക്ഷി ആ ചരട് കട്ടിയാണ്. അതോടെ എന്താ ഉണ്ടായത്? പട്ടം താഴേക്ക് വീണു. അപ്പൊ ഈ പട്ടം സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും വിഹരിക്കാം, പക്ഷെ നമ്മുടെ കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്, അത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ ജനിച്ചാൽ തീർച്ചയായിട്ടും മരിക്കും. നമുക്കങ്ങനെ ജീവിതത്തെ അനന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അമരത്വം എന്നുള്ള ഒരു കാര്യം ഈ ശരീരത്തിന്റെ തലത്തിലല്ല. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമാണ് അമരത്വം. മരിക്കുന്നില്ല, ഞാൻ മരിക്കുന്നില്ല. എൻ്റെ എക്സ്പ്രഷൻസ് മരിക്കാം, പക്ഷെ ഞാൻ മരിക്കുന്നില്ല. ഇതാണ് ശരിക്കും തിരിച്ചറിവ് എന്നത്. അമൃതോമാ മൃത്യോർമാ അമൃതം ഗമയ, അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ എന്നുള്ള ഒരു ശ്ലോകമുണ്ട്. മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്ക് നയിച്ചാലും. എന്താണ് അമൃതത്വം എന്ന് പറഞ്ഞാൽ? അമൃതത്വ ബോധം എന്നാണ്. നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. ശരീരം മാറുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തന്നെ, നമ്മുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ആൽബം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഇന്ന് തന്നെ തെളിവാണ്. നമ്മൾ ഇന്നലെ ഉറങ്ങി, ഇന്ന് രാവിലെ എണീറ്റു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. ഓർഡർ ഇൻസൈഡ് ദ കാവോസ് എന്ന് പറഞ്ഞൊരു തിയറി. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാവോസിൽ ഒരു തരത്തിലുള്ള അരാജകത്വം തോന്നാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഓർഡർ ഉണ്ട്. ഏറ്റവും നല്ല ഗവൺമെന്റ് നോ ഗവൺമെന്റ് ആണെന്ന് കരുതും. നോ ഗവൺമെന്റ് ഇസ് ദ ബെസ്റ്റ് ഗവൺമെന്റ് എന്നുള്ള ഒരു പവർ ഉണ്ട്. രണ്ടർത്ഥത്തിന് മനസ്സിലാക്കാം. ഒരു ഗവൺമെന്റ് ബെസ്റ്റ് ഗവൺമെന്റ് ആവില്ല. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് ബെസ്റ്റ് ഗവൺമെന്റ്. അനാർക്കിസം എന്നൊക്കെ പറയും. അതായത് ഗവൺമെന്റിന്റെ ആവശ്യമില്ല, എല്ലാവരും ശരിക്കും ഹാർമണിയിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗവൺമെന്റ് ആവശ്യമില്ല. നമ്മൾ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? നമ്മൾ ഡെഡ്യൂസ് ചെയ്യാണ്. ഇതിന്റെ പുറകിൽ ഒരു ഈശ്വരൻ ഉണ്ട്, അത് ഡെഡ്യൂസ് ചെയ്യാണ്. പ്രത്യക്ഷത്തിലൊന്നുമില്ല. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. അവരവരെ ധർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ കടന്നു വരുമ്പോഴാണ് ഇവിടെ ഒരു ഗവർണൻസ് ആവശ്യം വരുന്നത്. കാരണം മനുഷ്യന് ഈഗോ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് മനുഷ്യന് അഹംബോധത്തിലേക്കും ആഗ്രഹത്തിലേക്കും തിരിയാനുള്ള പ്രവണതയുണ്ട്. ആഗ്രഹങ്ങളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ആ ശരിക്കുള്ള ഫ്ലോ ഒന്ന് ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമുക്കൊരു ഗവൺമെന്റ് വേണ്ടി വരുന്നത്. ബാബുജി മഹാരാജ് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. ദർ ഇസ് ഓൺലി വൺ ഫ്രീഡം, ദ ഫ്രീഡം ടു ഡു ദ റൈറ്റ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ശരിയായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളില് ഒരു ഡിസിപ്ലിൻ അറിയാത്തന്നുണ്ട്. നമുക്ക് ആ ഡിസിപ്ലിനിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ അബ്സല്യൂട്ട് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവിടെയാണ് സ്വാതന്ത്ര്യം. ഓരോരുത്തർക്കും അവരുടെ ക്രിയേറ്റീവ് ടാലന്റിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ ഡിസിപ്ലിൻ നിന്നുകൊണ്ട്. ആ ഡിസിപ്ലിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ആരും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ആ ഡിസിപ്ലിൻ മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ എക്സ്പ്രഷൻ നടത്തുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് അല്ല, നമുക്ക് തോന്നിയമാതിരി ചെയ്യാന്നുള്ളതല്ല. ഒരു സാധനവും ഈ ലോകത്ത് തോന്നിയമാതിരി ചെയ്യുന്നില്ല. മനുഷ്യന് മാത്രമേ പ്രവണതയുണ്ട്, പക്ഷെ മനുഷ്യനും സാധിക്കില്ല. മനുഷ്യൻ എങ്ങോട്ട് ഓടിയാലും നമ്മൾ ഈശ്വരനിലേക്ക് തന്നെ ഓടുന്നത് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അത് എങ്ങനെ പോയാലും നമ്മൾ ഈശ്വരനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഈശ്വരനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈശ്വരൻ ഇല്ല എന്ന് പറയണ നാവന്നെ തരുന്ന ശക്തി ആ ഡിവിനിറ്റിയിലാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു വസ്തുവല്ല, ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സത് ആണ്. മഹാത്മാഗാന്ധിജി ട്രൂത്ത് ഇസ് ഗോഡ് എന്ന് പറഞ്ഞു. ഗോഡ് ഇസ് ട്രൂത്ത് എന്നതിനേക്കാളും ഉപരി ഞാൻ സത്യമാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നു. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളത്, എപ്പോഴും ഉള്ളത്, എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് സത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് എപ്പോഴും ഉള്ളത്? എൻ്റെ ഉള്ളിലുള്ള ആ ജീവൻ, ലൈഫ് ഫോഴ്സ്, അത് എപ്പോഴും ഉണ്ട് എന്നുള്ള ഒന്ന് ഡെഡ്യൂസ് ചെയ്യാം. അപ്പൊ ആ ജീവൻ നിലനിർത്താനായിട്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി വരുന്നു. നമുക്ക് തോന്നുന്നതാണ് ജീവൻ നിലനിർത്തേണ്ടി വരുന്നു, പക്ഷെ സത്യമായിട്ട് നടക്കുന്നത് എന്താണ്? ഈ ഉള്ളിലുള്ള ജീവിതമാണ് എല്ലാം നിലനിർത്തുന്നത്. ലൈഫ് ഇല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. ലൈഫിലേക്ക് ശരീരം നിലനിൽക്കില്ല. എല്ലാം അപ്പം തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ക്രിയേഷൻ നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ തലതിരിച്ചാ കാണുന്നത്. എനിക്ക് ഇതൊക്കെ വേണം ജീവിക്കാൻ എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. ശരിക്കും
ഇതെല്ലാം നിലനിൽക്കുന്നത് ജീവനുള്ളതുകൊണ്ട്. അതാണ് സത്ത്. നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സത്ത് അതാണ്. അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാനുള്ള ആ പ്രവണതകളെ നമ്മൾ ക്രമേണ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കറക്ഷൻ വേണ്ടി വരുന്നത്. മനുഷ്യൻ പൂർണ്ണമായുള്ള ആക്സെപ്റ്റൻസിലാണ് നിൽക്കുന്നത് വെച്ചാൽ ഒരു കറക്ഷന്റെ ആവശ്യമില്ല. വേറൊരു ജീവിക്ക് ഇങ്ങനെ ഒരു കറക്ഷന്റെ ആവശ്യമില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ല, ഗവൺമെന്റ് ആവശ്യമില്ല, സ്കൂൾ ആവശ്യമില്ല. മനുഷ്യനാണ് സ്കൂളിംഗ് ഒക്കെ വേണ്ടി വരുന്നത്. ഗവൺമെന്റ് വേണം, പോലീസ് വേണം. എന്താ കാരണം? മനുഷ്യന് ഈ പ്രവണതയുണ്ട്. അപ്പൊ ഈ അഞ്ചാമത്തെ പ്രമാണത്തില് അനുഭവങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക, മിസറീസിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ശരിക്കും ഈ ലോകത്തിലുള്ളത് എല്ലാം മിസറി തന്നെയാണ്. നമ്മൾ സന്തോഷം എന്ന് ചിന്തിക്കുന്നത് കൂടി മിസറിയാണ്. കാരണം അത് അവസാനിക്കുന്നത് സങ്കടത്തിലായിരിക്കും. ഏതൊരു സന്തോഷം അവസാനിക്കുന്നത് സങ്കടത്തിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്നത് മിസറിയാണ്. ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു മിസറിയാണ്. ഈ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് പോരാടേണ്ടി വരിക എന്നുള്ളത് ഒരു മിസറിയാണ്. മിസറി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് പറയല്ല, അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് അതായി തന്നെ നിന്നാൽ മതി, ആ ട്രൂത്തിൽ തന്നെ നിന്നാൽ മതി. ആ ട്രൂത്തിൽ നിൽക്കാനുള്ള ആ ഒരു വല്ലാത്ത ഒരു ക്രേവിങ്, അതിനാണ് മഹാത്മാഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയെ മെറ്റീരിയൽ ലൈഫ് എന്ന് വേർപെടുത്താൻ സാധിക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റീന്റെ എക്സ്പ്രസ് ചെയ്യാൻ ഫീൽഡിലാണ് നമ്മൾ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി, ഞാൻ ഈ പുറമേ കാണുന്ന സമരങ്ങളിലല്ല ഞാൻ പ്രാധാന്യം കാണുന്നത്, ഞാൻ ഈശ്വരനെ മുഖാമുഖം കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എവിടെയൊക്കെ ഡൈവേർഷൻ സംഭവിക്കുന്നത് ഞാൻ ആ തത്വത്തിൽ നിന്ന് വേർപെട്ട് വരിക്കുന്നു. അതുകൊണ്ടാണ് പുറമേ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ലോകത്തിലുണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മൾ കാണുന്നതാണ് പ്രശ്നം. അപ്പൊ അത് എൻ്റെ പ്രശ്നമാണ്, ഞാനാണ് എന്നെ കറക്റ്റ് ചെയ്യേണ്ടത്, അവിടെയല്ല കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അവിടേക്ക് നമ്മളെന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞ് പഠിക്കണം. നമ്മളൊരിക്കലും നമ്മളെന്ന് പറയുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു കറക്ഷൻ വരുത്താൻ പറ്റും. എനിക്ക് ലോകത്തിലൊരു പ്രോബ്ലം കാണുന്നതിന് ഞാൻ അവിടെ എൻ്റെ സ്നേഹമാണ് നൽകേണ്ടത്. അപ്പൊ അത് പ്രോബ്ലം അല്ലാണ്ടേ മാറും. പ്രോബ്ലമായി കാണുന്നത് പാസ്റ്റിന്റെ ഇന്റർഫിയറൻസ് കൊണ്ടാണ്, ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. നമുക്ക് ആ ദിവ്യമായിട്ടുള്ള ആ സത്യത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ പ്രോബ്ലംസ് കുറഞ്ഞു വരുന്നതായി കാണാം. ഒടുക്കം അതിൽ തന്നെ സെന്റേർഡ് ആകുമ്പോൾ ലോകത്തിൽ ദർ ഇസ് നോ പ്രോബ്ലം. കാരണം ആനന്ദ നിർഭരമായിട്ട് ജീവിതം എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ ആ ഒറിജിനൽ തലത്തിൽ അമരത്വത്തിൽ നിൽക്കും. പിന്നെ എന്ത് പ്രോബ്ലമാണ്? അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് ശരിക്കും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യാത്ര നടത്തേണ്ടി വരുന്നു. ആ യാത്ര നടത്തേണ്ടത് ഈ മെറ്റീരിയൽ ലോകത്തിലാണ്. മെറ്റീരിയൽ തലത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന കറക്ഷൻസിനെയാണ് നമ്മൾ ശരിക്കും ഒരു ജേണി എന്ന് പറയേണ്ടി വരുന്നത്. നമ്മൾ ലക്ഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഗോളില്ല. ഗോളിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ജേണി ആയിട്ട് മാറുന്നത്. ഓരോരുത്തർക്കും ഓരോ ജേണി ആയിട്ട് പറയും. ലൈഫ് ഒരു ജേണി ആയിട്ട് പറയും. പലതരത്തിലുള്ള ജേണികൾ എടുക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണ്. ഇതേക്കുറിച്ച് ഒന്നുകൂടിയും ഇൻട്രോസ്പെക്റ്റീവ്, എന്തുകൊണ്ടാണ് മിസറീസിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അത് താങ്ക്ഫുൾ ആയിട്ട് സ്വീകരിക്കേണ്ടത്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയി സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.